കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ നിലയ്ക്ക് അദ്ദേഹം മറ്റൊരു ഡാഷ് പ്രയോഗം ഒഴിവാക്കേണ്ടതായി. അദ്ദേഹം ചിന്തിക്കേണ്ട കാര്യം. ഞാൻ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയല്ല. രേവന്ത് റെഡ്ഡി ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞു മലയാള സിനിമയുടെ ടൈറ്റിൽ തമാശ രൂപത്തിൽ അവതരിപ്പിച്ചു. വേണമെങ്കിൽ കേരള മുഖ്യമന്ത്രിക്ക് മറ്റേതെങ്കിലും സിനിമയുടെ ടൈറ്റിൽ എടുത്ത് ഒരു തമാശ രൂപത്തിൽ മറുപടി പറയും. പക്ഷേ ഡാഷ് മോനെ എന്നൊക്കെ പറഞ്ഞാൽ അത് കേരളത്തിന് മൊത്തം അവമാനം. അല്ല, ഞാൻ പറഞ്ഞത് അതൊരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞു. പോ മോനെ ദിനേശ എന്നുള്ളവന് പോ മോനെ വിജയ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അതേ ശൈലിയിൽ വേറെ ഏതെങ്കിലും സിനിമയുടെ ടൈറ്റിൽ എടുത്ത് മറുപടി പറയുമായിരുന്നു. അതിനെ ആരും വിമർശിക്കില്ല. അതിന് ഒരു പൊളിറ്റിക്കൽ റിപ്ലൈ എന്നുള്ള എനിക്ക്. പക്ഷേ അങ്ങനെയാണോ ഡാഷ് മോനെ എന്ന് വിളിക്കുന്നത്? ആദ്യം വന്നത് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ തമാശ പോലും ദുഷ്ടലാക്കോടുകൂടിയിട്ടാണ് ചിലരൊക്കെ കാണുന്നത്. ഇതൊരു സിനിമയുടെ ടൈറ്റിലല്ലേ. അപ്പോൾ ആ ടൈറ്റിലിൻ്റെ പോലെ ദിനേശന് പകരം വിജയ എന്ന് വിളിച്ചു. ആ നിലയ്ക്ക് മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്ന എന്താ? വേറൊരു സിനിമയുടെ ടൈറ്റിൽ എടുത്ത് തിരിച്ച് മറുപടി പറയാം. അങ്ങനെ പറഞ്ഞാൽ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഇതൊന്ന് പറഞ്ഞ അടുത്തതിന് ഡാഷ് മോനെ, അത് ശരിയായിട്ടുള്ള നടപടിയല്ല. അദ്ദേഹം പറയാൻ പാടില്ല. അദ്ദേഹം തെറ്റ് മനസ്സിലാക്കണം. നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ അടിയൊഴുക്കുള്ള സാധ്യതകളുണ്ട് അവസാന ഘട്ടം? അല്ലേ, ഇലക്ഷനുകൾ എന്ന് പറഞ്ഞാൽ അവസാനം അടിയൊഴുക്കുകളാണല്ലോ ഇലക്ഷൻ. ഇലക്ഷനിൽ മേലെ തട്ടിലത്തെ ഒടുക്കൽ മാത്രമേ അതിന് ഇലക്ഷൻ മര്യാദയ്ക്ക് കേരളത്തിൽ നടന്നിട്ടുണ്ടോ? എല്ലാ ഇലക്ഷനും അടിയൊഴുക്കുണ്ടാവും. അത് ഒഴുകട്ടെ. അതാണ് പറയുന്നത് നിൽക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന കാരണം. അടിയൊഴുക്ക് വന്നാലും പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി വേണം. അയ്യേ, അതൊക്കെ ആരാ തമാശ പറഞ്ഞു? BJP-ക്കാർ പോലും കേട്ട് ഞെട്ടിപ്പില്ല. വെറുതെ ഈ തമാശ പറയല്ലേ. ഇന്നിപ്പോൾ ഏപ്രിൽ 8 ഒരാഴ്ച മുമ്പാണെങ്കിൽ ആസ്വദിക്കായിരുന്നു.